നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ള് കാണുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് സ്വിഗ്ഗി ജോബ് സൂട്ട് ആവോ ഇല്ലേ എന്ന്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഡെലിവറി ജോബ് എന്ന് പറയുന്നത് നമ്മളെ പോഡിൽ നിന്ന് നമ്മൾ കസ്റ്റമറിന്റെ ലൊക്കേഷനിലേക്ക് 10 മിനിറ്റ് കൊണ്ട് സാധനം എത്തിച്ചു കൊടുക്കുക. അതാണ് നമ്മളുടെ സിസ്റ്റം. ഫസ്റ്റ് പാക്ക് ചെയ്ത സാധനങ്ങൾ പിക്ക് ചെയ്യുക, പിന്നെ കസ്റ്റമറിന്റെ ലൊക്കേഷനിൽ എത്തിക്കുക. അത് ഫാസ്റ്റ് ആയിട്ടും സേഫ് ആയിട്ടും എത്തിക്കണം. പൊതുവെ സ്വിഗ്ഗിയുടെ ഫുഡ് ഡെലിവറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കുറവാണ്, പിന്നെ വെയിറ്റിംഗ് ടൈം കുറവാണ്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ വർക്ക് ചെയ്യുന്നതിന് കുറേ അഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് കുറേ ഷിഫ്റ്റുകളുണ്ട്. സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമാണ്. ഇപ്പോൾ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിൽ ലോഗിൻ ആവാം. നമുക്കെന്ന് പറയുന്നത് മോർണിംഗ് ഷിഫ്റ്റ് ആണ്, അപ്പോൾ 7 to 4 ആണ്. ഈവനിങ് ഷിഫ്റ്റ് ഉണ്ട് 3 to 12. അതിൽ 8 hours ലോഗിനിലായി. ഇപ്പോൾ പുതിയ ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ് മോർണിംഗ് 7 to 11 ആണ്. അപ്പോൾ നമ്മൾ അതിൽ 3.25 മണിക്കൂറെങ്കിലും ലോഗിനിലായിരിക്കണം. 10.25 വരെ ലോഗിനായിട്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് എപ്പോൾ വേണമെങ്കിലും ഓടാം. ഇപ്പോൾ ഈവനിങ് ആണെങ്കിൽ 6 to 11 ആണ്. അതിൽ 4.5 മണിക്കൂർ ലോഗിനിലായിരിക്കാം. നമുക്ക് 10:30 ആകുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിലും പോകണമെങ്കിൽ പോകാം, ഓടണമെങ്കിൽ ഓടാം. ഇപ്പോൾ സ്റ്റുഡൻസിന് വർക്ക് ചെയ്യാം, ഫാമിലി സപ്പോർട്ടിന് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല ആൾക്കാരും വന്ന് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോൾ ഒരു ഫ്ലെക്സിബിൾ ടൈം ആയതുകൊണ്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇതിൽ വർക്ക് ചെയ്യാം. അതാണ് ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഇതിൽ പ്രത്യേകിച്ച് ബോസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുന്നോ ഒന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യാം, ലോഗൗട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഇൻസെൻറ്റീവ് ആണെങ്കിൽ മാത്രം അവർ പറയുന്ന മണിക്കൂറിൽ നമ്മൾ നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യാം, ലോഗൗട്ട് ചെയ്ത് പോകാം. ഇപ്പോൾ നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ ലീവ് എടുക്കാം, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ലീവ് എടുക്കാം. നമുക്ക് പോകണമെങ്കിൽ ഇപ്പോൾ 2 ദിവസം ലീവ് എടുക്കണോ അല്ല 5 ദിവസം ലീവ് എടുക്കണോ നമുക്ക് ലീവ് എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ ലീവ് ചോദിക്കണം, ലീവ് നേരത്തെ പറയണം എന്നൊക്കെ കാര്യങ്ങൾ. ഇതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള, അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഈ ജോലിയിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഇതും ആയതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇതിൽ വർക്ക് ചെയ്യണത്. അടുത്തത് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, അതായത് മന്ത്ലി സാലറി. അതായത് നമുക്ക് മന്ത്ലി എത്ര രൂപ കിട്ടും, നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഫുൾ ടൈം ആയിട്ട് എത്ര രൂപ കിട്ടുമെന്ന് അറിയണം. അതായത് ഇപ്പോൾ നമ്മളുടെ ഇത് കണക്കാണെങ്കിൽ നമുക്ക് 30 ഓർഡർ എടുത്തു കഴിഞ്ഞാൽ 1250 രൂപ ഡെയിലി ബമ്പർ ഗ്യാരണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ നമ്മൾ 4 ദിവസം ലീവ് എടുക്കുകയാണെങ്കിൽ, ആഴ്ചയിൽ 1 ദിവസം വെച്ച് ലീവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 4 ദിവസം പോയാൽ 26 ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് 32,500 രൂപ കിട്ടും. അങ്ങനെയാണെങ്കിൽ 30 ഓർഡർ എടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ 24 ഓർഡർ എടുക്കുമ്പോഴാണ് 600 രൂപയ്ക്ക് 300 രൂപ ഇൻസെൻറ്റീവ് 900 രൂപ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പാർട്ട് ടൈം ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തായാലും അത്യാവശ്യം നമ്മൾ ഒരു അത്യാവശ്യം പോയി നമ്മൾ ഓടുകയാണെങ്കിൽ നമുക്കൊരു 30,000 രൂപ എന്തായാലും കിട്ടും. പിന്നെ നമുക്കിതിൽ പെട്രോൾ ചിലവുണ്ട്, അത് വേറെ കാര്യം. 250 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇതിനനുസരിച്ച് സ്പീഡിനനുസരിച്ച് ഇപ്പോൾ ഞാൻ അടിക്കുന്നത് 250 രൂപയ്ക്കൊക്കെ അടിക്കുകയുള്ളൂ. 250. പിന്നെ എന്തെങ്കിലും നമ്മൾ വെള്ളമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എക്സ്ട്രാ. അപ്പോൾ നമുക്ക് കയ്യിൽ ഒരു 900 രൂപ, ഇപ്പോൾ 30 ഓർഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 900 രൂപ കയ്യിൽ നിൽക്കും. അങ്ങനെ ആ ഒരു റേഞ്ച്. ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ട് ഓടുകയാണെങ്കിൽ നമുക്ക് ഒരു 10 രൂപ 12 രൂപ അങ്ങനെ ആയിരിക്കും. അത് അവരുടെ ഓർഡറിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ ഓരോരുത്തർ ഓടുന്നതിനനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര രൂപ പാർട്ട് ടൈമിന് കിട്ടുമെന്ന്. അവർക്ക് 4-4.5 മണിക്കൂർ എന്തായാലും ലോഗിനിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് അപ്പോൾ അതനുസരിച്ചുള്ള ഓട്ടം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം ഓരോ പോലെ ആയിരിക്കും. നമുക്ക് മാസം നമ്മളൊരു സാധാരണ ഒരു ജോലിക്ക് പോയാലും നമുക്ക് കിട്ടുന്ന ഒരു 20,000 25,000 രൂപ കിട്ടുള്ളൂ. അതൊരു ഓഫീസ് ജോലിക്ക് പോയാലും അത്രയൊക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സെയിൽസിലെ വല്ലതായിരിക്കണം. അപ്പോൾ ഒരു മാന്യമായിട്ടുള്ള ശമ്പളം ഇതിൽ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫുൾ ടൈം ആയിട്ട് ജോലി ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതിൽ. നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടും. അപ്പോൾ ഇത് ഇങ്ങനത്തെ അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യണത്. പിന്നെ നമുക്ക് ഫെസ്റ്റിവൽ എന്തെങ്കിലും ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ചാർജ് കിട്ടും. 7, 10, 12 അങ്ങനെയൊക്കെ ആയിരിക്കും ഫെസ്റ്റിവൽ. ഇപ്പോൾ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എക്സ്ട്രാ ചാർജ് എന്ന് പറഞ്ഞ് ഇടും. പിന്നെ റെയിൻ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് 20 രൂപ എക്സ്ട്രാ കിട്ടും. അങ്ങനെ ഈ ഓർഡറിന് പുറമെ എക്സ്ട്രാ റെയിൻ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് റെയിൻ ചാർജ് കിട്ടും. പിന്നെ ഈ സാധാ ചാർജ് ഡെയിലി ചാർജ് ഉണ്ടെങ്കിൽ ഡെയിലി ചാർജ് കിട്ടും. അങ്ങനെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കയറും. അപ്പോൾ നമുക്ക് നല്ല ഓർഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഓഡിയൻ്റെ കാശ് എനിക്ക് നാളെ രാത്രി ആയിരിക്കും അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുക. എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ക്യാഷ് നമ്മൾ കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്തിട്ട് അവർ അക്കൗണ്ടിലേക്ക് അയക്കുകയുള്ളൂ. ഇതിപ്പോൾ 1 രൂപയാണെങ്കിലും നമ്മൾ അക്കൗണ്ടിലേക്ക് അവർ അയച്ചു തരും. ഇപ്പോൾ നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് അത് മൈനസ് ചെയ്ത് പോകാനുണ്ടെങ്കിൽ അത് അങ്ങനെ മൈനസ് ചെയ്ത് പോകും. നമുക്ക് ഇന്ന് ഓഡിയൻ്റെത് നാളെ അവർ രാവിലെ 11-12 മണിയാകുമ്പോൾ അവരത് ഡിഡക്റ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ളത് രാത്രിയാകുമ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരും. പിന്നെ നമുക്കിതിൽ ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ലോണോ EMI നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് കയ്യിൽ ഒട്ടും കാശില്ല, ആ സമയത്ത് നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഉപകാരമാണ്. അത് നമുക്ക് മിക്കവാറും എല്ലാ സമയത്തും നമുക്ക് അത്യാവശ്യമുള്ള സമയം, ചില സമയങ്ങളിൽ നമുക്ക് വിചാരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടില്ല. ഇല്ലെങ്കിൽ അത്യാവശ്യം നമ്മൾ വിചാരിക്കുന്ന സമയത്തെല്ലാം നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടും. നമുക്കൊന്ന് റോൾ ചെയ്ത് പോകാൻ പറ്റും. ഫ്ലോട്ടിംഗ് ക്യാഷ് എന്ന് ചെറിയ പൈസ തൊട്ട് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ക്യാഷ് അടിക്കും. ഇപ്പോൾ ഒരു ഓർഡറിന് 60 രൂപ 70 രൂപ തൊട്ട് നമ്മൾ 2000 സംതിങ് വരെ നമുക്ക് ഒരു ഓർഡറിന് അടിക്കാം. ഇപ്പോൾ 5000 രൂപ നമുക്ക് ലിമിറ്റ് ഉണ്ടെങ്കിൽ 5000 കഴിഞ്ഞ് ചില സമയത്ത് നമുക്ക് പോകാറുണ്ട്.
അപ്പോൾ അതുവരെ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു കൊടുത്താൽ മതി. ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓർഡർ കിട്ടത്തില്ല, അപ്പോൾ നമ്മൾ കുറച്ച് അടച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് നമുക്കൊന്ന് ആരുടെ കടം ചോദിക്കാതെ നമുക്ക് ഒന്ന് റോൾ ചെയ്ത് പോകാനുള്ള കാശ് നമുക്ക് കിട്ടും. ഇപ്പം നമുക്ക് നാളെ കാശ് രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഇന്ന് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നല്ല ഉപകാരമാണ്. നമ്മളെ കയ്യിൽ എപ്പോഴും അത്യാവശ്യം ക്യാഷ് കാണും. ചില ദിവസങ്ങളിൽ നമുക്ക് ക്യാഷ് കിട്ടാത്ത ദിവസങ്ങൾ കാണുള്ളൂ, ഈ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്ന. മിക്കവാറും എല്ലാം നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടുമ്പോൾ നമുക്കൊന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും ലൈഫ്. പിന്നെ ഒരു ഇതെന്ന് പറയാൻ നമുക്ക് ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കിലോമീറ്റർ കുറവാണ്. നമുക്ക് മാക്സിമം ഒരു 8 കിലോമീറ്ററൊക്കെ മാക്സിമം പോവുള്ളൂ, 8-8.5 കിലോമീറ്ററിനൊക്കെ. ഇത് ഇപ്പോഴും കൂട്ടിയതാണ്, കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ. പണ്ട് ഇത്രയും ഡിസ്റ്റൻസ് ഇല്ലായിരുന്നു, 5 കിലോമീറ്ററിനുള്ളിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ നമുക്ക് 10 കിലോമീറ്റർ, 12, 15 ഇങ്ങനെ പോകും. അപ്പോൾ ലോങ് ആണ്. ഇതാകുമ്പോൾ നമുക്ക് ഹബ്ബ്, നമ്മൾ അവിടെ നിന്ന് റിട്ടേൺ വരുന്ന ഹബ്ബ്, നമ്മൾ ഹബ്ബിൽ വന്ന് കഴിഞ്ഞാൽ സാധനം എടുക്കണം. അപ്പോൾ അത് കാരണം റിട്ടേൺ അവിടെ തന്നെ വരണം. അപ്പോൾ അതൊക്കെ അടുത്തായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ പോകുന്ന കിലോമീറ്റേഴ്സ് കുറച്ച് കുറവായതുകൊണ്ട് നമുക്ക് അത്ര പെട്ടെന്ന് ക്ഷീണം വരത്തില്ല. ഫുഡിലൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഓടുമ്പോൾ നമുക്ക് ഭയങ്കര ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്ക് അത്ര പ്രശ്നമില്ല. ചില ഓർഡേഴ്സേ ഉള്ളൂ നല്ല ലോങ്ങിന് വരണം, അല്ലെങ്കിൽ നമ്മൾ ഒരു 5 കിലോമീറ്ററിനുള്ളിലേ കാണുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര സ്ട്രെസ് ആവത്തില്ല. മറ്റേ ഫുഡിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ട്രാഫിക് കുറവായിരിക്കും. നമ്മൾ കുറച്ച് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് കിലോമീറ്റേഴ്സ് കുറവായതുകൊണ്ട് അത്ര ട്രാഫിക് വരത്തില്ല ഇതിലാകുമ്പോൾ. പിന്നെ വെയിറ്റിംഗ് ടൈം, ഇപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മൾ ഒരു മണിക്കൂറൊക്കെ വരെ ചില ഓർഡേഴ്സിന് ഡിലേ ആവും. ഇപ്പോൾ ഇതാകുമ്പോൾ നമ്മൾ ഹബ്ബിലോട്ട് തിരിച്ച് പറഞ്ഞുകൊണ്ട് അവർ മാക്സിമം പെട്ടെന്ന് പാക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഓർഡർ വരുന്നതനുസരിച്ച് പെട്ടെന്ന് പാക്ക് ചെയ്ത് വിട്ടാലേ അവർക്ക് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പോൾ മറ്റേ ഫുഡൊക്കെ ആകുമ്പോൾ ഇത്ര മണിക്കൂർ ഇതായാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളെപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യണമെന്ന് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അപകടങ്ങൾ പറ്റാറുണ്ട്. ഇപ്പോൾ ആഴ്ചയിൽ തന്നെ ഓരോരുത്തർക്ക് അപകടങ്ങൾ പറ്റുന്നുണ്ട്. മിക്കവാറും കാലുകളിലായിരിക്കും. ഏതെങ്കിലും വണ്ടി വന്ന് കാലിൽ ഇടിച്ചു കൊടുക്കും. അവർ പിന്നെ ഒരാഴ്ച, 1 മാസം, 2 മാസമൊക്കെ ഇങ്ങനെ കിടക്കേണ്ടി വരും. സ്വിഗ്ഗിയിൽ ജോയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ബൈക്ക് വേണം, നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് വേണം, നമുക്കൊരു മൊബൈൽ വേണം. ഇതാണ് അത്യാവശ്യം. പിന്നെ നമുക്ക് അത്യാവശ്യം കുറച്ച് ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞിരിക്കണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ജോബ് ചെയ്യാം സ്വിഗ്ഗിയിൽ. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇപ്പോൾ ഇഷ്ടംപോലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻ്റ് ആണെങ്കിലും അല്ല ഫാമിലി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാവരും ഇഷ്ടംപോലെ വർക്ക് ചെയ്യും. ഭാര്യയും ഭർത്താവും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഭയങ്കര കൺവീനിയൻ്റ് ആണ് വർക്ക് ചെയ്തതിൽ. കൂടുതലും മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര ബെനിഫിറ്റാണ് ഈ ജോബ്. ഇപ്പോൾ നമുക്ക് വേറെ ജോലിയൊന്നും കിട്ടാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ജോലി കിട്ടാൻ ഭയങ്കര എളുപ്പമാണ്. എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ പറയത്തില്ല. ഇപ്പോൾ ചില സമയത്ത് നമ്മൾ നല്ല ബ്ലോക്കിൽ നിൽക്കേണ്ടി വരും, ചിലപ്പോൾ നല്ല മഴയായിരിക്കും, ചിലപ്പോൾ നല്ല വെയിൽ കാണും. ഇപ്പോൾ കസ്റ്റമർ ചിലപ്പോൾ റാഷായിട്ട് ബിഹേവ് ചെയ്യും. കൃത്യമായി ഇത്ര ടൈം എന്ന് പറഞ്ഞാൽ ആ ടൈമിനുള്ളിൽ നമുക്ക് അവിടെ സാധനം എത്തിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. പിന്നെ നമ്മൾ എഫേർട്ടും കാര്യങ്ങളും ഇടുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പേയ്മെൻറ്റ് കിട്ടും. അതാണ് ഒരു മെയിൻ ഇത്. ചില ആൾക്കാർ രാവിലെ വന്നിട്ട് രാത്രി വരെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 1000 ഉണ്ടാക്കുന്നവരുണ്ട്, 1500 ഉണ്ടാക്കുന്നവരുണ്ട്, 2000 ഉണ്ടാക്കുന്നവരുണ്ട്, ചിലപ്പോൾ അതിന് മുകളിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ കാണും. പക്ഷേ അതിനനുസരിച്ചുള്ള എഫേർട്ട് ഇടേണ്ടി വരും. നമ്മൾ അത് അത്രയും ടൈം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഏൺ ചെയ്യും. മാക്സിമം നമുക്ക് ഇത്ര സ്റ്റേബിളാണ്, ഇത്ര എമൗണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചില സമയത്ത് നല്ല എമൗണ്ട് സമ്പാദിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ലോ ആയിട്ട് സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഡെയിലി ഓരോ ഓർഡേഴ്സിൻ്റെയും നമ്മൾ പോകുന്നതിൻ്റെ സ്പീഡും കാര്യങ്ങളും ബന്ധപ്പെട്ടിരിക്കും. പർട്ടിക്കുലർ ഇത്ര എമൗണ്ട് നമുക്ക് കൃത്യമായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഫൈനൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റാമാർട്ടിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണങ്ങളെന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിൽ വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഡീസൻ്റ് ആയിട്ടുള്ള മന്ത്ലി ഇൻകം കിട്ടും. നിങ്ങൾക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് പേയ്മെൻറ്റ്സ് എല്ലാം കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് ഈസി എൻട്രിയാണ്. പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ഈ ജോബിൽ നിൽക്കുന്നത്. നിങ്ങൾ വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ സ്വിഗ്ഗി ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.